മാസപ്പടി കേസിൽ ഇ.ഡി. അന്വേഷണം സ്റ്റേ ചെയ്യാതെ ഹൈക്കോടതി. CMRനും വീണയ്ക്കും കനത്ത തിരിച്ചടി. മുഴുവനായി വാദം കേട്ട് തീരുമാനിക്കാമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. CMRന്റെ അപ്പീലിൽ ഇടക്കാല ഉത്തരവില്ല. കൂടുതൽ വിവരങ്ങളുമായി അഡ്വക്കേറ്റ് രാജേഷ് ചേരുകയാണ്. രാജേഷ്, മാസപ്പടി കേസിൽ ഇ.ഡി. അന്വേഷണത്തിന് സ്റ്റേ ചെയ്തിട്ടില്ല ഹൈക്കോടതി. എന്താണ് ഇന്ന് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത്? ഇക്കാര്യത്തിൽ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി, അതായത് ഇതിനു മുമ്പ് സംഭവിച്ച കാര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ഡിവിഷൻ ബെഞ്ച് ഇതെല്ലാം പരിഗണിച്ചു തന്നെയാണ് ഇടക്കാല ഉത്തരവ് നൽകാൻ താല്പര്യമില്ല. ഈ കേസിൽ ഇപ്പൊ തന്നെ വാദം കേട്ട് ഇന്ന് വേണമെങ്കിൽ ഇന്ന് തന്നെ വാദം കേട്ട് തീർപ്പാക്കാം എന്ന ഒരു രീതിയിൽ ഡിവിഷൻ ബെഞ്ച് ഈ പറയുന്ന CMRനോട് സംസാരിച്ചത്. കാരണം മറ്റൊന്നുമല്ല, ഈ കേസിൽ 2 കൊല്ലത്തോളം ഈ ഇ.ഡി. അന്വേഷണം തടയാനായിട്ടുള്ള ഒരു സംവിധാനം അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് CMRനൊരു അനുകൂലമായിട്ടുള്ള ഇത് കിട്ടി. കാരണം അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അന്നത്തെ സമയത്ത് ഭരണം LDFന്റെ ഭാഗത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇ.ഡിയുടെ അന്വേഷണം, അതായത് ഇത്രയും ഗുരുതരമായ ഒരു കുറ്റകൃത്യം നടത്തി എന്ന് തെളിഞ്ഞ ശേഷം ഇ.ഡി. അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ SFI അന്വേഷണം ഉണ്ടായിരുന്നു. SFI അന്വേഷണത്തിൽ കൃത്യമായി ഇങ്ങനൊരു കുറ്റം നടന്നിട്ടുണ്ട് എന്ന് SFI കണ്ടെത്തിയാൽ മാത്രമാണ് ഇ.ഡിക്ക് അതിനകത്തേക്ക് ഇടപെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. ഇതാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനൊരു SFIയുടെ റിപ്പോർട്ട്. ഈ SFIയുടെ റിപ്പോർട്ട് വന്നപ്പോൾ ഇതിൽ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ PMLA ആക്ട് ഇതിനകത്ത് ആപ്ലിക്കബിൾ ആവും. അതുകൊണ്ട് ഇ.ഡി. അന്വേഷണം തുടങ്ങുന്നു. ഇത് മനസ്സിലാക്കിയ ശേഷമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇ.ഡിക്ക് അന്വേഷണം തുടരാം എന്നുള്ള ഒരു നിലപാടെടുത്തത്. അങ്ങനെ ഈ പറയുന്ന CMRന്റെ ഹർജി തീർപ്പാക്കിക്കൊണ്ട് ഇ.ഡിക്ക് അന്വേഷണം തുടരാൻ ഹൈക്കോടതി നിർദ്ദേശം കൊടുത്തു. അതിനുശേഷം പിന്നീടുണ്ടായ ഒരു തടയലും പ്രശ്നങ്ങളും ഈ തരത്തിലുള്ള ഒരു ആക്രമണവും ഇതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ ഡിവിഷൻ ബെഞ്ച് എന്ന് പറയുന്ന 2 ജഡ്ജിമാരാണല്ലോ. ഈ കാര്യങ്ങളെല്ലാം ഇവർക്കും മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഈ അപ്പീൽ ഇടക്കാല ഉത്തരവ് നൽകാൻ താല്പര്യമില്ല. ഇത് മുഴുവനായിട്ട് ഇന്ന് തന്നെ വാദം കേട്ട് ഈ കാര്യങ്ങൾ പരിഗണിക്കാം എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ ആക്രമണം അതിനകത്തൊരു ഘടകമായിരിക്കാം എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്ന് പറയാൻ പറ്റില്ല. എങ്കിലും ഇപ്പോൾ നിലവിൽ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾ ഈ ഹർജി ഇപ്പൊ തന്നെ ഇന്ന് വേണമെങ്കിൽ ഇന്ന് വാദം കേട്ട്, അല്ലെങ്കിൽ നാളെ വേണമെങ്കിൽ നാളത്തേക്കും കൂടെ വാദം വെച്ചിട്ട് എത്രയും പെട്ടെന്ന് ഈ ഹർജി വാദം കേട്ട് തീരുമാനിക്കാം. ഇടക്കാല ഉത്തരവ് നൽകാൻ താല്പര്യമില്ല. ഒരു കാര്യം കൂടി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിട്ടുണ്ട്. അന്വേഷണമല്ലേ, അത് അന്വേഷിച്ചോട്ടെ, അത് എന്തുകൊണ്ട് തടസ്സമില്ല. അത് ഇ.ഡി. അന്വേഷണത്തിന് തടസ്സമില്ല. ഇ.ഡിക്ക് അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകാം എന്നൊരു സൂചനയും കൂടി ഡിവിഷൻ ബെഞ്ച് നൽകിയിട്ടുണ്ട്. ശരി, രാജേഷാണ് വിവരങ്ങൾ നൽകിയത്. മാസപ്പടി കേസിൽ ഇ.ഡി. അന്വേഷണം സ്റ്റേ ചെയ്യാതെ ഹൈക്കോടതി.